എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കഥ പറയാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപികയാണ്. ഏകദേശം 31 വർഷം ഞാൻ അധ്യാപികയായിരുന്നു. ഞാൻ പഠിപ്പിച്ച കാലയളവിൽ എൻ്റെ കഥ മിക്കവാറും എല്ലാ കുട്ടികളും കേട്ടിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ക്ലാസ്സിൽ ഞാൻ കഥ പറയുന്ന ഒരു രീതിയുണ്ട്. പഠിപ്പിക്കാൻ ക്ലാസ്സിൽ പോകുമ്പോൾ അന്ന് ആദ്യമേ പറയും, ഇന്ന് ഒരു കഥ പറയുന്നുണ്ട്, ക്ലാസ്സിൻ്റെ അവസാനമായിരിക്കും കഥ പറയുക എന്നും പറയും. കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കും. കഥ പറഞ്ഞ് അതൊരു സസ്പെൻസിൽ നിർത്തിയതിന് ശേഷമായിരിക്കും അടുത്ത ദിവസമായിരിക്കും അതിൻ്റെ ബാക്കി ഞാൻ പറയുക. കേട്ടിട്ടുള്ള കഥകളാണെങ്കിൽ കൂടി കുട്ടികൾ അത് ശ്രദ്ധയോടെ കേട്ടിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആമയുടെയും മുയലിൻ്റെയും കഥയാണ്. ഇല്ലിമുളം കാട്ടിൽ ചോട്ടു എന്ന് പറയുന്ന ഒരു ആമയും മോട്ടു എന്ന് പറയുന്ന ഒരു മുയലും താമസിച്ചിരുന്നു. രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ചേ കുളിക്കും, ഒരുമിച്ചേ കളിക്കും, ഒരുമിച്ചേ ഉണ്ണും, ഒരുമിച്ചേ ഉറങ്ങും. എല്ലാം അവർ ഷെയർ ചെയ്ത്, എന്ത് കിട്ടിയാലും ഷെയർ ചെയ്തായിരിക്കും അവർ കഴിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഉത്തമ സുഹൃത്തുക്കളായിരുന്നു അവർ. ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും ഇവരുടെ ആ സൗഹൃദ ബന്ധം കണ്ടിട്ട് അസൂയ പോലും തോന്നിയിരുന്നു. ഒരു ദിവസം രണ്ടുപേർക്കും കഴിക്കാൻ ഒന്നും തന്നെ കിട്ടിയില്ല. രണ്ടുപേർക്കും അതിയായ വിശപ്പ്. ചോട്ട് പറഞ്ഞു, എടാ മോട്ടു, ഇന്നൊന്നും കഴിക്കാൻ കിട്ടിയില്ലല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. മോട്ടു പറഞ്ഞു, അതേടാ എനിക്കും വിശക്കുന്നു, എന്ത് ചെയ്യും, എന്തായാലും നമുക്ക് ഇറങ്ങാം, എന്തെങ്കിലും നമുക്ക് ലഭിക്കാതിരിക്കത്തില്ല. അങ്ങനെ രണ്ടുപേരും യാത്രയായി കാട്ടിലുടനീളം നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദൂരം നടന്ന് രണ്ടുപേരും ക്ഷീണിച്ചവശരായി. പക്ഷേ വിശപ്പ് മാറണമെങ്കിൽ വല്ലതും കഴിച്ചല്ലേ പറ്റൂ. രണ്ടുപേരും നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ചോട്ടുമാമ ഇങ്ങനെ തറയി നോക്കി ഇങ്ങനെ നടന്നിങ്ങനെ ദൂരെ കാഴ്ചയുണ്ട്. ദൂരെ അവനൊരു ഓറഞ്ച് നിറത്തിലുള്ള എന്തോ ഒരു സാധനം മണ്ണിൽ പൊങ്ങി നിൽക്കും. അവൻ ഉടനെ മോട്ടുവിനോട് വിളിച്ചു പറഞ്ഞു, എടാ മോട്ടു, നോക്കൂ, ഓറഞ്ച് പോലെ എന്തോ ഒരു സാധനം, അത് ക്യാരറ്റ് ആകാനാണ് സാധ്യത. ഇന്നത്തെ നമ്മുടെ വിശപ്പിന് ഒരു അറുതി വരും, നമുക്കത് പോയി എടുക്കാം. ഒറ്റച്ചാട്ടത്തിന് നമ്മുടെ മോട്ടു അത് മാന്തി ആ കിഴങ്ങെടുത്തു. അതൊരു നല്ല മുഴുത്ത ക്യാരറ്റ്. പക്ഷേ അവനത് പെട്ടെന്ന് അവൻ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ചോട്ടു പറഞ്ഞെടാ, എനിക്കും വിശക്കുന്നു, നീ തിന്നല്ലേ. പറ്റത്തില്ല, ഞാൻ തന്നെ തിന്നാലും എൻ്റെ വിശപ്പ് തീരത്തില്ല, പിന്നെ ഞാൻ നിനക്കൂടെ തന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കലശലായ വിശപ്പുണ്ടടാ, എനിക്ക് തരാൻ പറ്റത്തില്ല. അപ്പം രണ്ടുപേരും തമ്മിൽ വാഗ്വാദമായി, വാക്കുതർക്കമായി, കയ്യാങ്കളിയായി. പക്ഷേ അവരുടെ ആ വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കാം അവർ ഇത്രയും വലിയ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു. അതുവഴി അപ്പോൾ നമ്മുടെ ആ കാട്ടിലെ ഒരു ജിണ്ടൻ കരടി എന്നാ അറിയപ്പെടുന്ന ഒരു കരടി അതുവഴി വന്നു. ചോദിച്ചു, എന്താണ് മക്കളെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പം ചോട്ട് പറഞ്ഞു, ജണ്ടനമ്മാവ, നോക്ക്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ട്, ഒരു ക്യാരറ്റ് ഞാനാണ് അവനെ കാണിച്ചു കൊടുത്തത്. മോട്ട് ചാടിക്കയറി പറഞ്ഞു, അമ്മാവ, ക്യാരറ്റ് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അത് ദൂരെ കണ്ടാൽ ക്യാരറ്റ് കൈ വരുമോ? അത് ഞാനാണ് കഷ്ടപ്പെട്ടത് മാന്തി എടുത്ത്, അപ്പോൾ എനിക്ക് അവകാശപ്പെട്ടതല്ലേ ഉള്ളൂ, ഞാനല്ലേടാ മോട്ടു നിനക്കത് കാണിച്ചു തന്നെന്നും പറഞ്ഞുകൊണ്ട് എന്താ, എനിക്ക് വേണം ഇത്. അപ്പം ജിണ്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഓട്ടപ്പന്തയം വയ്ക്കാം. ചോട്ടു പറഞ്ഞു, ഓട്ടപ്പന്തയോ? ഞാൻ എങ്ങനെ ഇവൻ്റെ കൂടെ ഓടാനാ? ഇവന് ഒറ്റച്ചാട്ടത്തിന് എത്ര ദൂരം എത്തും? ഞാൻ എഴഞ്ഞെഴിഞ്ഞല്ലേ പോ. മോട്ടുമയിൽ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അത് തന്നെ നടത്താമാവാം. തലവലി ചിരിക്കാൻ തുടങ്ങി. യവനെ എനിക്ക് തോൽപ്പിക്കാം, യവനെ നിഷ്പ്രയാസം എനിക്ക് തോൽപ്പിക്കാൻ പറ്റും, ക്യാരറ്റ് എനിക്ക് തന്നെ. പക്ഷേ മനസ്സില്ലാ മനസ്സോടെ നമ്മുടെ ചോട്ടു ആമയ്ക്ക് ആ മത്സരത്തിന് സമ്മതിക്കേണ്ടി വന്നു. അപ്പം ലില്ലിക്കാക്കയെ ജണ്ടൻ കരടി വിളിച്ചിട്ട് പറഞ്ഞു, എടി ലില്ലി, നീ ഈ ക്യാരറ്റ് കൊണ്ടുപോയി ആ അല്ലിമുളം കൂട്ടിൻ്റെ സ്ഥലത്ത് എത്തണം. ആ സ്ഥലത്ത് ഇവരാദ്യം ആരോടി വരുന്നോ അവർക്ക് വേണം എന്ത് കൊടുക്കാൻ? ഈ ക്യാരറ്റ് കൊടുക്കാൻ. ലില്ലിക്കാക്ക സമ്മതിച്ചു. ലില്ലിക്കാക്കയുടെ കയ്യിൽ ഈ ക്യാരറ്റും കൊടുത്ത് അവൾ പറന്ന് അപ്പുറത്തെ അല്ലിമുളം കൂടിൻ്റെ അവിടെ ചെന്ന് നിന്നു. അപ്പോൾ
മത്സരം ആരംഭിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ രണ്ടുപേരും നിന്നു. റെഡി, 1 2 3 പ്ലേ. ഓട്ടം തുടങ്ങി രണ്ടുപേരും. ആമയ്ക്ക് ഓടാൻ പറ്റും, ആമ എഴയാനേ പറ്റൂ. നമ്മുടെ മൂട്ടുമുയൽ 1 ചാടി, 2 ചാടി, 3 ചാടി. അടുത്ത വളവിലെത്തി അവൻ തിരിഞ്ഞു നോക്കി. എവിടെ? ചോട്ടുവിനെ കാണാനേ ഇല്ല. അങ്ങനെ അവൻ കുറേ ദൂരം ഓടി തളർന്നപ്പോൾ അവിടെ ഒരു വലിയ പ്ലാവ്, ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വീശി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്ലാവ്. നല്ല കാറ്റ്, ക്ഷീണവും. അവൻ എന്നാ ഇവിടെ അല്പനേരം ഇരുന്ന് വിശ്രമിക്കാം എന്ന് കരുതി അവൻ ആ പ്ലാവിൻ്റെ ചുവട്ടിലോട്ടിരുന്നു. അപ്പോൾ നല്ല തണുത്ത കാറ്റും. അവനായിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ നമ്മുടെ ചോട്ടുമാമ എന്ത് ചെയ്തു? പതുക്കെ 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 നടന്ന് ഈ നമ്മുടെ മോട്ടുമുയലുള്ള സ്ഥലത്തെത്തി. നോക്കിയപ്പം കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന മോട്ടും ശബ്ദം ഉണ്ടാക്കാതെ, കരിയിലെ അനങ്ങാതെ പതുക്കെ 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 നടന്നു. അങ്ങനെ നടന്നവൻ ഒരു ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ അടുത്തെത്തിയപ്പോൾ ഇവിടെ നമ്മുടെ മോട്ടുവിൻ്റെ സ്ഥിതി നമുക്കറിയണ്ടേ. കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ മോട്ടുവിൻ്റെ അടുത്ത് ഒരു പഴുത്ത ചക്ക ഒത്തോന്ന് വന്ന് വീണു. എന്തോ ഭൂമി ഉലുക്കുമോ? ആകാശം ഇടിഞ്ഞു വീഴുന്നോ? അവൻ അമ്പരന്ന് തിക്കും പക്കും നോക്കി. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ദൈവമേ, ഓട്ടപ്പന്തയം നടക്കുമല്ലേ. അവൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നമ്മുടെ ആമ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുന്നു. സർവശക്തി ഉപയോഗിച്ച് ഓടാൻ തുടങ്ങി. കാല് വലിച്ചു നീട്ടി ഓടാൻ തുടങ്ങി. ഒരു രക്ഷയുമില്ല. അവസാനം ആ ഫിനിഷിംഗ് പോയിന്റിൽ കടന്ന് ആ ലില്ലിക്കാക്കയുടെ കയ്യിൽ നിന്ന് ക്യാരറ്റ് വാങ്ങിക്കുന്ന സമയത്താണ് നമ്മുടെ മോട്ടുമുയലെത്തിയത്. അവന് സങ്കടം സഹിക്കുക വയ്യാതായി. പക്ഷേ എന്നാലും നമ്മുടെ ചോട്ടു ആമയുണ്ടല്ലോ, അവൻ കുറച്ച് ദയാശീലനായിരുന്നു. അവൻ എന്ത് ചെയ്തു? പകുതി ക്യാരറ്റ് നമ്മുടെ മുയലിന് ഒടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കൂട്ടുകാരാ, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കൂട്ടുകാരാണ്. നമുക്ക് 2 പേർക്കും കൂടെ ഷെയർ, നിനക്കും വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നു, നമുക്ക് 2 പേർക്കും കൂടെ ഷെയർ ചെയ്തത് കഴിക്കാം. അങ്ങനെ 2 പേരും സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കണ്ട? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയും. പയ്യെ തിന്നാ പനയും തിന്നാം. അതിനേക്കാൾ ഉപരി ഇവിടെ എന്താണ്? അഹങ്കാരവും മനുഷ്യന് ആപത്ത്. അഹങ്കാരം മനുഷ്യനായാലും ജീവിക്കായാലും ആപത്ത് തന്നെയാണ്. ഇവിടെ ആപത്തല്ല, അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്, അവൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? അവൻ ആ ക്യാരറ്റ് കിട്ടാതായിപ്പോയത്. പക്ഷേ ഇവിടെ അതിനേക്കാൾ ഉപരി നമ്മുടെ ആമയുടെ ആ ഷെയറിങ് മെൻറ്റാലിറ്റി. അപ്പം നമുക്കെന്താ? നമ്മുടെ അഹങ്കാരം മാറ്റി വയ്ക്കുക, സ്ഥിരോത്സാഹിയാകുക, നമ്മുടെ ഷെയറിങ് മെൻറ്റാലിറ്റി വളർത്തുക. എന്ത് കാര്യമായാലും മനുഷ്യന് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റി, അത് നമ്മൾ വളർത്തിയെടുക്കുക. ഇങ്ങനെയുള്ള നല്ല ശീലങ്ങൾ നിങ്ങളുടെ ഈ കഥയിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമായോ? ഇനി അടുത്ത കഥയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നത് വരെ ബൈ.